ആചാര്യ സാർ, ഈ എക്സ്പെരിമെന്റ് വിജയിച്ചാൽ നിങ്ങൾ വളരെ പ്രശസ്തനാവും. കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. ഇതെങ്ങാനും ഗവൺമെന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അനധികൃതമായ പ്രവൃത്തി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അകത്തു പോകും. കാരണം ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. ആചാര്യ ചതുർവേദിയെ പറ്റിക്കാൻ ഇതുവരെ ആരും വളർന്നിട്ടില്ല. ഒരു ദിവസം ചിമ്പൻസിയെ കൊണ്ട് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കും ഞാൻ. നമ്മൾ എന്ത് കാണിച്ചാലും ഇവർക്ക് മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. എന്റെ എക്സ്പെരിമെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലെ സംസാരിക്കാലോ. സർക്കാർ പിന്നെ ഞാൻ വരയ്ക്കുന്ന വരയ്ക്ക് വന്ന് നിൽക്കും. പിന്നെ ഈ ലോകം മുഴുവനും ചതുർവേദി എന്ന പേരേ എല്ലാരും പറയൂ. ഈ ചതുർവേദിക്ക് പകരക്കാരനായിട്ട് ഈ ലോകത്തിൽ ഒരുത്തരും വളരാൻ സാധ്യതയില്ല. നല്ല രസമായിട്ടുണ്ട്. പേടിക്കേണ്ട, ഞങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഹിന, നിനക്ക് വിശപ്പില്ലേ? ഈ പഴം കഴിച്ചോ? ജീവ, ഞാൻ തിന്നാനുള്ള പഴങ്ങളൊക്കെ നീ കൊടുക്കുകയാണോ? ഞാൻ എന്താ ചെയ്യാ? ചിലപ്പോ അതിന്റെ വയറ് നിറഞ്ഞ ശേഷം അത് നമ്മളെല്ലാരും കടിച്ചാലോ? എന്താ യൂടിയത്? അതിന് നല്ല വിശപ്പുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വരൂ കുട്ടി, അടുത്തേക്ക് വരൂ. പേടിക്കണ്ട. എന്താ ഈ കാണിക്കണത്? ഒരു ചിമ്പൻസി കുട്ടിയെ വിളിക്കാൻ പോലും അറിയില്ല. ഇങ്ങനെ ധൈര്യത്തിന് വിളിക്കണം. അതായത് ഒരു പേടിപ്പിക്കണ പോലെ. ദാ നോക്കിക്കേ, ഞാനിപ്പോ ശരിയാക്കി തരാം. ഐ കം ഓൺ, യു കം ഹിയർ. കണ്ടില്ലേ, ഇപ്പൊ അത് വന്നത് കണ്ടോ? അത് എന്റെ അടുത്ത് വന്നില്ലെങ്കിലും നിന്റെ അടുത്തെങ്കിലും വന്നുവല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ. എന്തായാലും അടി ഇത്തിരി വേദനിക്കുന്ന പോലെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇതിന്റെ ഫാമിലിന്ന് വേർപെട്ടുന്ന. അതുകൊണ്ട് ഇത് വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ആദ്യം ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ആഹാ ശിവ, ഇത്രയും ഭംഗിയുള്ള ചിമ്പൻസി കുട്ടി എവിടെന്നാ മോനെ കിട്ടിയത്? ഇത് ഇതിന്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു മുത്തശ്ശി. അതുകൊണ്ട് ഞാൻ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് വളരെ നന്നായിരിക്കുന്നല്ലോ. ഞാൻ ഇതിന്റെ സ്വാഗതം ഒരു സ്വാഗത ഗാനത്തോടുകൂടി ആരംഭിക്കാം. അതിന് പാട്ട് ഇഷ്ടായില്ല. ചെകുത്താനെ, എന്റെ ഹാർമോണിയം തിരിച്ചതായോ? വേഗം എനിക്ക് തിരിച്ചതാ. വേഗം വേഗം ഇവിടെ വേണം ചെകുത്താനെ. എന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. നോക്കിക്കോ, ഇത് ഞാൻ കാണിച്ചത്. ഭീം സിംഗ്, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത്. ഈ കുരുത്തം കെട്ടവൻ കുറച്ച് സമയം കൊണ്ട് എന്റെ സമാധാനം കെടുത്തി കളഞ്ഞല്ലോ. ഭയങ്കരൻ. നാളെ തന്നെ ഇവനെ കാട്ടിലേക്ക് പറഞ്ഞു വിടണം. ഓക്കേ മുത്തശ്ശ. എന്തായാലും ഇതിന് പാടാൻ കഴിയാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഹാർമോണിയം എടുത്തിട്ട് ഇത് പാടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ ഗതി എന്താവായിരുന്നു?
ചിമ്പു എപ്പോ നോക്കിയാലും അവിടെ നോക്കി എന്താണാവോ പറയുന്നത്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോ ഇവന്റെ കുടുംബം അവിടെയാണെങ്കിലോ? നമുക്ക് ചെന്നൊന്ന് നോക്കിയാലോ? എന്നാ ശരി, നമുക്ക് പോയി നോക്കാം. ചിമ്പു, ലെറ്റ്സ് ഗോ. എന്താന്നുള്ളത് ഞങ്ങൾക്ക് കാണിക്കും. കൊള്ളാലോ, കാടിന്റെ അകത്ത് ഒരു വീട്. അകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് കണ്ടുപിടിക്കാം. ഓ, ലഡു സിംഗ് സാറിനെ വിളിച്ചേ പറ്റൂ. എന്ത്? എന്റെ പരിധിയിൽ ചിമ്പാൻസി അടിച്ചോണ്ട് പോയിന്നോ? ഇല്ലല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ശിവ, ഞാൻ ഇപ്പൊ തന്നെ വരാം.